ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മ വീട്ടിൽ വന്ന അമ്മ വീട്ടിലെ അടുത്തുള്ള ഒരു ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്, തൊട്ടടുത്തുള്ള. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന പനയമ്പാല തോടും പാലവും ഒക്കെ. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഒരു ചെറിയ വീഡിയോ ആണ്. രാവിലെ തന്നെ മീൻകാരൻ ചേട്ടൻ മീനൊക്കെ ആയിട്ട് ഒരു മുണ്ടി പോണ്. ഞാന് മുണ്ടിയാവണം. മുണ്ടി നമ്മുടെ ഇവിടെ കൊക്കെന്ന് പറയും. പക്ഷേ കുളിക്കണ്ട. ഓ, അടുത്തോട്ട് പോകണ്ട കേട്ടോ, താഴെ പോ. ഏതുടുപ്പ്? അത് കുഴപ്പമില്ല, പോട്ടെ. അയ്യോ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ബ്ലോക്ക് പഞ്ചായത്ത് വെല്ലൂപ്പാറ. അവസാന തീയതി ചേട്ടാ, ഈ ചാക്കിട്ടേക്കണ എന്തിനാ ചേട്ടാ ഇത്? അപ്പൊ ഇങ്ങനെ ഇതേപോലെ ചാക്കി ഇങ്ങനെ ഇവിടെ ഇട്ടേക്കണതേ, ഇത് മണ്ണിങ്ങനെ കുമിഞ്ഞുകൂടി ഇങ്ങനെ പകഞ്ഞു വെച്ചേക്കണതാ. ഇത് നല്ല ഒഴുക്കൊക്കെ വന്ന മണിമലയാറ്റില് വെള്ളം പൊങ്ങുമ്പോൾ ഇവിടെ നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവും. നല്ല ഒഴുക്കൊക്കെ ഈ ഒരു തോട്ടിൽ കൂടെ വരും. അപ്പോൾ ഇതിന്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോകാതിരിക്കാനും ഒലിച്ചു പോകാതിരിക്കാനൊക്കെയാണ് ഇങ്ങനെ ചാക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കണത്. ഇതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്നാണ് മുമ്പേ കണ്ട ചേട്ടൻ പറഞ്ഞത് കേട്ടോ. മുണ്ടി പോണ്, ഇതേ മുണ്ടി. ഈ ചാക്കൊക്കെ ഇടുമ്പോ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അല്ലേ ജീവനും? ആ, കൊള്ളാം. ആ, നമുക്ക് ആ ഇതില്ലേ അവിടെ വരെ പോയി നോക്കാം കേട്ടോ. ടാറ്റ പോയോ? അതെയാ, അതെ, അവിടെ വരെ ആ ചുരുട്ടി വെച്ചേക്കണവരെ പോ. ചേട്ടനായിരുന്നു പുല്ല് വെക്കുന്നു. ഞങ്ങളെ ഇവിടെ അമ്മയുടെ വീട് വരെ വന്നേക്കണേ. അമ്മയുടെ വീട് എന്ന് പറയുമ്പോ തിരുവല്ല മുണ്ടിയപ്പള്ളിയാണ് കേട്ടോ അമ്മയുടെ വീട്. അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോ ഈ കൃഷിയിടങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ്. ഈ കാണുന്ന തോടുണ്ടല്ലോ, ഈ ബാഗി കാണുന്ന, ഇത് നമ്മുടെ മണിമലയാറ്റിൽ നിന്ന് വരുന്ന തോടാ. ഇപ്പം വെള്ളം കുറവാണ്. ഇത് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇനി വെള്ളം പൊങ്ങുമ്പോ നല്ല കട്ടല് പോലെ ആവും ഭയങ്കരമായിട്ട്. അപ്പൊ ഇതിന്റെ സൈഡിലുള്ള വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വേറെ ഏരിയയിലോട്ട് മാറും. അപ്പൊ ഈ ഒരു പ്രദേശമൊക്കെ ഈ സമയത്ത് കാണാനൊക്കെ ഭംഗിയാണ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ കടൽ പോലെയാവും മഴക്കാലം വരുമ്പോ. പിന്നെ നല്ല കൃഷി സമയമൊക്കെ ആകുമ്പോൾ കൊയ്ത്തിന് മുമ്പൊക്കെ വരുവാണെങ്കിൽ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് നിൽക്കണ കാണാം. പണ്ട് ജുവാനയുടെ പ്രായത്തിലൊക്കെ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. അന്ന് പക്ഷെ ഇന്നത്തെ കാലം പോലെയല്ല. അന്ന് ഓരോ ഏരിയകളിലൊക്കെ ഒരു മൂലക്കൊക്കെ ആയിട്ട്
ഈ പാടത്തിന്റെ ഓരോ ഏരിയയിലൊക്കെ ആയിട്ട് പിള്ളേർ ധാരാളം കളിക്കണ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇന്നിപ്പോ അങ്ങനെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ പിള്ളേർ ഇങ്ങനെ പാടങ്ങളിൽ കളിക്കണ പിള്ളേർ അപൂർവമാണ്. കണ്ണാടി പോയാ? ആ എടുക്ക്. ഇവാനിക്ക് എന്നാ പറയാനുള്ളേ? ചായയോ? ചായ വേണോ? ആ എന്നാ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാം. അതൊക്കെയാണ്. ഈ ഏരിയയിലുള്ള മിക്കവരും തന്നെ പശു വളർത്തൽ ഓരോരുത്തരുടെ വീടിന്റെ മുമ്പിൽ തന്നെ നമ്മൾ തൊഴുത്ത്, എരുത്തിൽ എന്ന് പറയും ഇവിടെ, തൊഴുത്ത് ഒക്കെയുള്ള ഓരോ വീടിന്റെ മുമ്പിലുമുണ്ട്. എല്ലാവരും പശു വളർത്തിയൊക്കെയാണ് പണ്ട് മുതലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വളരെ കുറവാണ്. പണ്ടൊക്കെ വരുവാണെങ്കിൽ ഒരു ഏകദേശം ഒരു 10, 200, 300 മുകളിൽ പശുക്കൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഇന്നുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം പശുക്കളൊക്കെ ഉണ്ട്. ഇന്നിപ്പോ ആദ്യം രാവിലെ ഒരു 8 മണിയൊക്കെ ആയി ടൈം. അപ്പം പശുവൊക്കെ എല്ലാവരും കൊണ്ടുപോയി വിടണേ ഉള്ളൂ. വണ്ടി തോട്ടിലേ ധാരാളം പേര് മീൻ പിടിക്കാനൊക്കെ വരുമായിരുന്നു. പ്രായമായവർ തന്നെ ധാരാളം പേരുണ്ടായിരുന്നു. ഇന്നിപ്പോ ആരും തന്നെ ഈ ഒരു പരിപാടിക്കൊന്നും നിൽക്കാറില്ല. മാത്രമല്ല നമ്മുടെ തോട് അത്യാവശ്യം ആക്റ്റീവായിട്ട് ഒഴുകുന്നില്ല. പണ്ടത്തെ പോലെ, പണ്ട് ഇപ്പോൾ വന്നാലും നല്ല ആഴമുള്ള, അല്ലെങ്കിൽ മണൽ, ആദ്യം പറഞ്ഞ പോലെ മണൽ വാരുന്ന ഒരു തോടായിരുന്നു. നേരത്തെ വള്ളമൊക്കെ ഈ ഒരു വഴിയൊക്കെ വള്ളങ്ങളൊക്കെ വരുമായിരുന്നു. മെയിനായിട്ട് ഈ തോട് പോയേക്കണ ഇവിടെ അപ്പുറം ഇപ്പുറം കണ്ടില്ലേ, ഈ ഒരു കണ്ടത്തിന്റെ ധാരാളം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മണിമലയാറ്റിൽ നിന്ന് ഈ ഒരു തോട് വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അപ്പൊ നമ്മുടെ ഈ ഒരു ഇതുകൂടെ ഒഴുകണ തോടിന് പനയമ്പാലം തോട്, ഇത് പനയമ്പാലം പാലം എന്നാണ് പറയണത്. രാത്രിയിലൊക്കെ ധാരാളം ചെറുപ്പക്കാർ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ. നമുക്കറിയാം ഇപ്പൊ തന്നെ വെയിലൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ വൈകുന്നേരം രാത്രിയിലൊക്കെ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇതുണ്ടോ, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. ജസ്റ്റ് നമുക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കിയിട്ട് വരാം അല്ലേ. ഈ ഒരു ബൈക്ക് പോകണുണ്ടോ? ഈ ബൈക്ക് പോണത് കുറച്ചും കൂടെ അങ്ങ് പോയി കഴിയുമ്പോൾ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അക്കരെ അമ്പലം എന്നാ പറയണേ. അക്കരെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ രാവിലെ ഈ രാമായണ മാസവും ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ റെക്കോർഡിങ് ഉണ്ട്. അത് തുടക്കം ഇങ്ങനെ കേട്ടാണ് നമ്മളിവിടെ വീട്ടിൽ നിന്ന് ഉണരുക തന്നെ. വല്ലാത്തൊരു ഫീലിംഗ്. ഈ ഒരു വശത്തേക്കൊന്ന് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പണ്ടൊക്കെ നല്ലതായിരുന്നു, ഇന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൃഷിയുടെ ഒക്കെ സമയത്ത് വരുവാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല പച്ചപ്പായിരിക്കും. നമ്മള് പോകുന്ന സ്ഥലങ്ങള് പിന്നെ എല്ലാം പച്ചപ്പാണ്, പുല്ലും. ജുവാനയുടെ പ്രായത്തിൽ അച്ഛയൊക്കെ ഓടി നടന്ന സ്ഥല കേട്ടോ. അച്ഛൻ ഒന്ന് ഓടി നടന്നപ്പോഴേ ഇവിടെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ, ഫുട്ബോൾ കളിക്കാൻ, തലപ്പന്ത് കളിക്കാൻ. പിന്നെ ഇവിടെ ഈ തോട്ടിലൂടെ നീന്താൻ അങ്ങനെ കുറെ പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. നോ കോണ്ടാക്ട്. അപ്പൊ നമ്മള് രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ സൂര്യന്റെ വല്ലാത്ത ചൂട് സമയമാണല്ലോ, അതുകൊണ്ട് സൂര്യൻ വല്ലാണ്ട് ഭയങ്കര ചൂടായിട്ടൊക്കെ നിൽക്കുക. വാ കൈപിടി. അതുകൊണ്ടൊരു ഇൻട്രസ്റ്റ് തോന്നണില്ല നടന്നിട്ട്. അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും.
അതുപോലെ ഈ ബാക്കിലൊക്കെ ആയിട്ട് ഇവിടെ മീനൊക്കെ കാണും കേട്ടോ, വരാലോ മുഴിയോ അങ്ങനെ മീനുകളൊക്കെ കാണും. ഇപ്പൊ അങ്ങനെ ഈ ഏരിയയിലൊന്നും ആരും മീൻപിടുത്തക്കാരും ഇല്ലെന്ന് തോന്നുന്നു. പുതിയ പിള്ളേരൊന്നും മീൻ പിടിക്കാൻ വന്നവരല്ലെന്ന് തോന്നുന്നു. ന്യൂജൻ. ആഹാ, പണ്ടൊക്കെ എപ്പോഴും വന്ന് ഇരിക്കാറുള്ള സ്ഥലം ഇത്. പക്ഷെ ഇന്ന് വലിയ മാറ്റമൊന്നുമില്ല. ആ മരങ്ങൾ അതേപോലെ തന്നെ നല്ല തണലും നല്ല അന്തരീക്ഷമൊക്കെ ഉണ്ടോ. ഇവിടെ വന്ന് ഇരിക്കണതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ധാരാളം പക്ഷികളുണ്ട്. പക്ഷികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിന്റെ സൗണ്ട് ഇല്ല. വല്ലപ്പോഴും ഈ ഒരു ഓട്ടോ പോലെയുള്ള വാഹനങ്ങളൊക്കെ ഇത് കൂടെ കടന്നു പോയെങ്കിലേ, പണ്ടൊന്നും അധികം വാഹനങ്ങളൊന്നും ഇല്ലല്ലോ, ബസ്സൊന്നും ഇല്ലാത്ത റൂട്ടാ. പണ്ടൊക്കെ ബൈക്കുകളാണ് ഏറ്റവും കൂടുതൽ. അതും എല്ലാവർക്കും ഒന്നും പണ്ട് ബൈക്കില്ലായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ പാടം കൊയ്ത്തൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ അതിനു മുമ്പ് കൃഷി സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ തൊട്ടിപ്പുറകെയായിട്ട് ഇങ്ങനെ മാടം ഇങ്ങനെ വെക്കും. നമ്മളെ കൃഷി സമയത്ത് രാത്രിയിലൊക്കെ കാവലിരിക്കാനും അതിനുള്ള ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടി. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് നന്നായിട്ട് അറിയാം, അല്ലാത്തവർക്ക് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ തിരുവല്ലയ്ക്ക് ഇപ്പുറമുള്ള ഒരു മുണ്ടിയപ്പള്ളി എന്നുള്ള സ്ഥലത്തെ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ സ്പോട്ട് വാക്കേക്കടം എന്നാട്ടോ ഇതിന്റെ പേര്, ഈ ഒരു സ്ഥലത്തിന്റെ പേര്. പിന്നെ ഈ ഒരു വഴിയും ആ കാണുന്ന പാലമൊക്കെ കാണുമ്പോഴേ നമ്മുടെ പണ്ടത്തെ കിരീടം ചെങ്കോൽ സിനിമയില് മോഹൻലാലും ശ്രീനാഥൊക്കെ നടന്നു വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഓർമ്മ വരിക. ഇതേപോലെയുള്ള ഏരിയയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചില ഭാഗങ്ങളൊക്കെ. പണ്ടൊക്കെ ചിന്തിച്ചിരുന്നു ഈ പാലത്തിന്റെ ഇവിടെ നിന്നാണോ മോഹൻലാലിന്റെ കിരീട സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തെന്നൊക്കെ ചിന്തിച്ചിരുന്നു. അതേപോലത്തെ ഭാഗമൊക്കെ ഉണ്ട്. ഇത് വി.കെ. ജയറാമിന്റെ ഈ നാട്ടിൻപുറത്തെ രാജസേൻ സിനിമകളിലും ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ധാരാളം. സത്യനന്ദിക്കാട് മൂവീസിലൊക്കെ. അപ്പോ കൃഷിയും പശുക്കളും വെള്ളവും തോടും പാടവും എല്ലാം അടങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ വാക്കേക്കടവ് മുണ്ടിയപ്പള്ളി. മുണ്ടി നമ്മുടെ അവിടെ കൊക്ക് എന്ന് പറയും, മുണ്ടി എന്നാണ് ഇവിടെ പറയണത്. പിന്നെ നമ്മുടെ ഇവിടെ വരുമ്പോൾ ഉള്ള ചില ഭാഷകളൊക്കെ ചെറുതായിട്ട് മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഉള്ളവര് നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ബോൾ എറിയണതിനെ ഇവിടെ കിളത്തുക എന്ന് പറയണേ, കിളത്തി എറിയുക എന്ന് പറയണേ. നേരത്തെ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ആള് പൊക്കി എറിയാൻ പറയുമ്പോൾ കളിയാക്കുമായിരുന്നു നമ്മളെ. ഇവര് കിളത്തി എറിയാനാ പറയണേ. ഇവര് കിളത്തി എറിയാൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പൊ അങ്ങനത്തെ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ നമ്മുടെ മാടമ്പി സിനിമയില് മോഹൻലാലിന്റെ സിനിമയിലൊക്കെ ഉള്ള ഒരു ഭാഷ കൊച്ചേട്ടൻ എന്നൊക്കെ വിളിക്കണേ. അവർക്കൊരു പേര് കൂട്ടി കൊച്ചേട്ടൻ. അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം അമ്മയുടെ സ്വന്തം നാട്, നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കാന്ന് പണ്ടൊക്കെ പറയില്ലേ. ഇപ്പൊ അങ്ങനെ പിള്ളേരൊക്കെ പറയുമെന്ന് അറിയില്ല. അപ്പൊ അന്നൊക്കെ അതൊരു ഭയങ്കര കാര്യമായിരുന്നു അമ്മ വീട്ടിൽ പോകുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. സൈക്കിളായി പോകുന്നു. ജീവനോ ഓക്കെ. അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ജുവാനോടൊന്ന് ചോദിച്ചു നോക്കാം. ജുവാനു എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? നല്ലതാണോ? നല്ലതാ.